കോഴിക്കോട് താമരശ്ശേരിയിൽ വിനോദയാത്രാ സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടായി. ചേളന്നൂർ സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ്സിന് നേരെയാണ് ആക്രമണം നടന്നത്. ബസ് യാത്രക്കാരിയായ യുവതിയുടെ ഫോണും സംഘം കവർന്നു. 4 പേരെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. അതാണ് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. ഈ ദൃശ്യങ്ങളാണ്. പേരും കഴിഞ്ഞ് 26 മിനിറ്റാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ഒരു സ്ഥലത്തിന്റെ പേരാണ്. അവിടെ നിന്നാണ് ഇവര് ഒരു കൂട്ടം ആൾക്കാർ, ചെറുപ്പക്കാര് ഞങ്ങളെ ബസ് തടയുകയും ബസ് തടഞ്ഞിട്ടും ഡ്രൈവറെ അല്ല അവർ ആക്രമിക്കാൻ നോക്കുന്നത്, യാത്രക്കാരെ ആക്രമിക്കാൻ നോക്കുന്നത്. സ്ത്രീകളടങ്ങുന്ന യാത്രക്കാരെയാണ് ആക്രമിക്കാൻ ശ്രമിച്ചത്. ആക്രമിക്കാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ ഉടുവസ്ത്രം അടക്കം ഊരിക്കൊണ്ടുപോയി, മുണ്ട്, അതുപോലെ തന്നെ വനിതകളെടുത്തുനിന്ന് മൊബൈൽ ഫോൺ അടക്കം പിടിച്ചു പറിച്ചു കൊണ്ടുപോയി. ഒരാൾ വണ്ടിയിലേക്ക് അതിക്രമിച്ച് കയറുകയും ചെയ്ത് എൻ്റെ ഫോണ് കൊണ്ടുപോവുകയും ചെയ്തു. ഇതുവരെ കിട്ടിയില്ല. ഫോണും കൊണ്ട് എവിടെയാണുള്ളതെന്നും അറിയില്ല. പിന്നെ ഞങ്ങൾ കൂടുതൽ മോൻ്റെ കാല് വലിക്കുകയും മോനെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വല്ലാണ്ടെന്ന് പറയാ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. നിഖിൽ, എന്താ ശരിക്കും സംഭവിച്ചത്? ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് നമുക്ക് തോന്നും. ഇത് വയനാട്ടിൽ വിനോദയാത്ര പോയി മടങ്ങി വരികയായിരുന്ന ചേളന്നൂർ സ്വദേശികളായിട്ടുള്ള 42 പേരടങ്ങുന്ന കുടുംബമാണ്. ആ കുടുംബം ഒരു ടൂറിസ്റ്റ് ബസ്സിൽ വയനാട് ചുരമിറങ്ങി താഴേക്ക് വരുന്നു. അവർ ചുരമിറങ്ങുന്നതിനിടെ ഒരു വാഹനവുമായി അവരുടെ വണ്ടി ഒന്ന് ഉരസുകയും ചെറിയ സംസാരങ്ങൾ ഉണ്ടാവുകയും അത് തീർത്ത് അവർ പോവുകയും ചെയ്തു. പിന്നീടാണ് ഈ കാറിൽ വന്ന ആളുകൾ യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ ഈ ബസ്സിനെ മുന്നിൽ അവരുടെ വാഹനം കാറ് കൊണ്ടുവന്ന് നിർത്തി. ഈ താമരശ്ശേരി വിനോദയാത്രാ സംഘത്തിലുണ്ടായിരുന്ന യാത്രക്കാരൻ ടെലിഫോണിൽ ചേരുന്നു. നിഖിലേഷ്, ഗുഡ് മോർണിംഗ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഈ വന്ന കൂട്ടം വല്ല ലഹരി പദാർത്ഥം വല്ല കഴിച്ചിട്ട് വന്നവരാണോ, അതോ ആക്രമിക്കാൻ വേറെ എന്തെങ്കിലും സാമ്പത്തിക കാരണങ്ങളാണോ? പറയൂ. സാമ്പത്തിക കാരണങ്ങളൊന്നും ഞങ്ങൾക്ക് മുൻപരിചയം പോലും ഇല്ലാത്ത ഒരാൾക്കാരാണ്. ഇതൊന്ന് ലഹരി പദാർത്ഥം ഉപയോഗിച്ചിട്ടുണ്ടാവുന്ന തോന്നുന്നത്. എന്നാൽ അവര് വന്ന് നമ്മളെ ബസ്സിന് നേരെ കാർ ക്രോസ് ചെയ്ത് നിർത്തിയിട്ട് ബസ്സിലേക്ക് ഒരാൾ ചാടി കയറി അടിക്കുകയായിരുന്നു. ഒരുപാട് പേർക്ക് മർദ്ദനമേറ്റോ? എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടായത്? ഒരു സ്ത്രീന്റെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു വാങ്ങി, മൊബൈൽ എറിഞ്ഞു പൊട്ടിച്ച്. പിന്നെ ഒരു 16 വയസ്സുള്ള ഒരു പയ്യൻ ഉണ്ടായിരുന്നു, കമ്പനിക്കാരന്റെ മകനാണ്. അപ്പോ അവനെ അടിച്ച് പിന്നെ കാല് പിടിച്ച് പുറത്തേക്ക് വലിച്ചിട്ട് ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിടിച്ച് വലിച്ച് ഓനെ വലിച്ചിടാനുള്ള ശ്രമം നടത്തി. അപ്പൊ ഞങ്ങൾ ബസ്സിലുള്ളവര് പിടിച്ച് ബാക്കോട്ട് വലിച്ച് അങ്ങനെയാണ് അവിടുന്ന് രക്ഷപ്പെടുന്നത്. അങ്ങനെ ഈ ഒരു കുഞ്ഞിനെയും ആക്രമിച്ചു ഈ വിവരദോഷികൾ എന്നൊരു അമ്മ ഇപ്പോൾ പരാതി പറഞ്ഞല്ലോ അല്പം മുമ്പ്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? കുഞ്ഞ് പറഞ്ഞ ഈ 14 വയസ്സുള്ള കുഞ്ഞാണ്. 15 വയസ്സുള്ള. നിഖിലേഷ്, ഈ പ്രതികളെ പിടിച്ചു എന്ന് പറഞ്ഞല്ലോ 3 പേരെ. പോലീസിന് എന്തെങ്കിലും സൂചന കിട്ടിയോ ഇവരാരാണ് എന്നുള്ളത്? ഇല്ല, ഞങ്ങൾ പരാതി കൊടുക്കാൻ വേണ്ടി പോയ സമയത്ത് അവര് പരാതി കൊടുക്കാൻ വേണ്ടി വന്നതാ. ഞങ്ങൾ അവരെ ആക്രമിച്ചെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങളടുത്ത് കറക്റ്റ് ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ചെയ്യുന്ന സമയത്ത് ബാക്കിലിരുന്ന് ഞങ്ങളെ കൂടുതലുള്ള ഒരു പെണ്ണ് വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ ബസ്സിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അവര് ബസ്സിലേക്ക് വന്ന് ആക്രമിച്ചതാണ് ഞങ്ങളെ. അല്ല, ഈ ഡ്രൈവറെയോ അങ്ങനെയുള്ള കണ്ടക്ടറെയോ അങ്ങനെയുള്ള ആൾക്കാരെയോ ഒന്നും തൊടാതെ ഇവർ യാത്രക്കാർക്ക് നേരെ ആക്രമണം തുടരാൻ എന്താണ് കാരണം ഉണ്ടായത്? അത് ഈ മോളിന്ന് ചുരത്തിന്റെ മോളിന്ന് വേറൊരു ഗുഡ്സും ഈ ഞങ്ങളെ വണ്ടിക്ക് വന്ന് ഇടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരായിട്ട് ഇങ്ങനെ പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കി. ഞങ്ങൾക്കും പ്രശ്നമില്ല, ഞങ്ങളൊരു ഇൻഡിക്കേറ്ററൊക്കെ പൊട്ടി. വണ്ടിക്കാരനും പ്രശ്നമില്ല, വണ്ടിക്കാരനും പോയി. ആ സമയത്താണ് അവിടെ ചുരത്തിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഈ വണ്ടിയിലുള്ള ആള് വന്നിട്ട് ബസ്സിലേക്ക് നോക്കിയിട്ട് സമ്മാർജ്ജനം പറഞ്ഞത്. ഓക്കെ നിഖിലേഷ്, മോർണിംഗ് ഷോയിൽ ചേർന്നതിന് നന്ദി. എന്തായാലും ഇത്തരം അതിക്രമങ്ങൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. നിഖിൽ പ്രമേഷ് വീണ്ടും ചേരുന്നു. പറയൂ നിഖിൽ, ഇതാണ് ഒരു ദൃക്സാക്ഷിയുടെ വിവരണം. അതെ സ്കേൻ, ഇത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്തൊക്കെ മടങ്ങി വരുമ്പോൾ ആളുകൾ ഏത് തരത്തിലാണെങ്കിലും, ഇപ്പോൾ ലഹരി ഉപയോഗിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലാണെങ്കിലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടത്തുക എന്നൊക്കെ പറയുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. 5 പേർക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. അതിൽ 4 പേർ പിടിയിലായിട്ടുണ്ട്. ഇത് അജ്മൽ, 26 വയസ്സുള്ള അജ്മൽ, ഷാജഹാൻ, ആഷിഖ്,
മറ്റൊരാശിക്ക്, അങ്ങനെ 4 പേരെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇവരെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ സ്റ്റേഷൻ കസ്റ്റഡിയിലാണ് ഇവരുള്ളത്. ഇവരെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു പോരുകയാണ്. എന്താണ് ഈ ആക്രമണത്തിലേക്ക് നയിച്ച കാര്യം എന്നുള്ളത് പോലീസിനും വ്യക്തമായിട്ടില്ല. എഫ്ഐആറിലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളില്ല. ഏത് സാഹചര്യത്തിലാണ് ഒരു കുടുംബത്തെ, ഒരു വിനോദയാത്ര പോയി മടങ്ങി വരികയായിരുന്നു, കുടുംബത്തെ ആക്രമിച്ചത് എന്നുള്ളത് ആ എഫ്ഐആറിലും വ്യക്തമാക്കുന്നില്ല. എന്തായാലും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു പോരുകയാണ്. ഇവർക്കെതിരെയും, അതായത് ഈ ബസ്സിലുണ്ടായിരുന്ന ആളുകൾക്കെതിരെയും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങളിലും ഒരു വ്യക്തതക്കുറവുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.